നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം അവതരിപ്പിച്ചു വരികയാണ്. 2024 എങ്ങനെ ഉണ്ടാകുമെന്ന് ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 12 വീഡിയോകളിലായി ഓരോ രാശിക്കൂറുകാരുടെയും സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും വർഷഫലത്തെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അവതരിപ്പിക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ 2024 പുതുവർഷ നക്ഷത്രഫലമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. മൂലനക്ഷത്രക്കാർക്ക് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യം പുതുവർഷത്തിൽ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് പൊതുവെ 2024 മാനസിക സന്തോഷം വർദ്ധിക്കുന്നതാണ് എന്നർത്ഥം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. പൊതുമേഖല സർക്കാർ ജോലികളിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്ന മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിന് സാഹചര്യം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മൂലം വന്നു ചേരുന്ന ആലോചനകളൊക്കെ വിവാഹത്തിലെത്താം. കൂടാതെ ധനപരമായിട്ടും നല്ല ഒരു വർഷം തന്നെയാണ് മൂലം നക്ഷത്രക്കാർക്ക് വരുന്നത്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂലം നക്ഷത്രക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മാനസികമായിട്ടൊക്കെ നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും പണമിടപാടൊക്കെ ഏർപ്പെടുന്നവർ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ട വർഷം കൂടിയാണ്. വീട്ടിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. വാഹനമൊക്കെ മാറ്റിവാങ്ങാൻ ആഗ്രഹിക്കുന്ന മൂലനക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. പൈതൃക സ്വത്തിന്റെയൊക്കെ നേട്ടം ഉണ്ടാകുന്നതാണ്. യാത്ര കൊണ്ടും മൂലനക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകുന്ന വർഷമാണ്. എന്നാൽ ദീർഘദൂര യാത്രകളൊക്കെ അനാവശ്യമായിട്ടും അസമയത്തും ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക കാര്യത്തിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. അതിനൊക്കെ സാഹചര്യങ്ങൾ വരുന്ന പക്ഷം ആദ്യം തന്നെ അതിനൊക്കെ പരിഹാരം കണ്ടെത്തുക. മുതിർന്ന ബന്ധുക്കൾക്കൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മൂലനക്ഷത്രക്കാർക്ക് സ്വയമേവ കഫജന്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള മൂലനക്ഷത്രക്കാർക്ക് ഉയർന്ന വിജയമൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ്. മൂലനക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി ശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ദർശനം നടത്തി എള്ളുപായസം, നീരാഞ്ജനം എന്നിവയൊക്കെ നടത്തുക. കൂടാതെ പുഷ്പാഞ്ജലി നടത്തുന്നതും അയ്യപ്പന്റെയോ ശാസ്താവിന്റെയോ മന്ത്രങ്ങളൊക്കെ നിത്യം ജപിക്കുന്നതും വളരെ വിശേഷമാണ്. ദോഷഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കി ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ അത് നൽകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മൂലനക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എല്ലാ മൂലനക്ഷത്രക്കാർക്കും 2024 വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് പുരാണ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.